റൈറ്റ്. ശ്രീ ജോർജ് കുര്യൻ, ഉത്തർപ്രദേശിൽ 52 സീറ്റുകളിൽ BJP ജയിക്കും എന്നാണ് ടൈംസ് നൗ സർവേയിലൂടെ പ്രവചിക്കുന്നത്. എന്നിട്ടും ആകെ BJPക്ക് അവരുടെ സർവേ ഫലമായി കൊടുത്തിരിക്കുന്നത് 249 സീറ്റ് മാത്രമാണ്. BJPക്ക് എക്സിറ്റ് പോൾ ഫലങ്ങൾ നിരാശ അല്പമെങ്കിലും സമ്മാനിക്കുന്നുണ്ടോ? ജോർജ് കുര്യൻ, താങ്കളോടാണ് ചോദ്യം. തീർച്ചയായിട്ടുമില്ല. കാരണം ഇത് പോളിംഗ് കഴിഞ്ഞു, ജനവിധി കഴിഞ്ഞിരിക്കുന്നു, ജനങ്ങൾ വോട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ശാസ്ത്രമാണ്. ആ ശാസ്ത്രം തെറ്റുകയും ശരിയാകുകയും ചെയ്യാം. അത് ശരിയായിട്ട് വിനിയോഗിച്ച് കഴിഞ്ഞാൽ ശരിയാകാം, തെറ്റായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തെറ്റാവാം. അപ്പോൾ ഇതൊരു ട്രെൻഡ് കാണിക്കുന്ന ഒരു പ്രതിഭാസമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ, കാരണം വോട്ടെണ്ണുന്നതിന് മുമ്പ് ജനങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണിത്. അപ്പോൾ ആ രീതിയിൽ തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടണം. ചർച്ച ചെയ്യുന്ന അവസരത്തിൽ BJPക്ക് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടുമുള്ള എക്സിറ്റ് പോൾ ചർച്ച ചെയ്യപ്പെടണം. കാരണം യഥാർത്ഥ വോട്ടെണ്ണൽ 16-ാം തീയതി വരികയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സംവിധാനം അത് നാളെ കുറ്റമറ്റതായിട്ട് മാറണമെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചർച്ച ചെയ്യപ്പെട്ടെങ്കിലേ സാധിക്കുകയുള്ളൂ. BJP പ്രതീക്ഷിക്കുന്നത് BJPയുടെ സംഖ്യ, അതായത് 200-ന് മുകളിൽ BJPക്ക് സീറ്റുകൾ കിട്ടുകയും ഘടകകക്ഷികൾക്കെല്ലാം കൂടി ഒരു 70-75 സീറ്റ് കിട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ BJPക്ക് NDAക്ക് ഭരിക്കാനുള്ള ഒരു അന്തരീക്ഷമുണ്ടാകും. അതാണ് BJP പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും 272 എന്ന് പറയുന്നത് BJPയുടെ ലക്ഷ്യമാണ്. 272. ജോർജ് കുര്യൻ, ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ഞാൻ തിരിച്ചു വരാം, വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. KJ ജേക്കബ്, ഇതിൻ്റെ ശാസ്ത്രീയത നമ്മൾ പരിശോധിക്കണം. താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ കൗതുകകരം എന്നതിനപ്പുറം വിചിത്രമാണ് ചിലപ്പോൾ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ച് ടൈംസ് നൗവിൻ്റെ കാര്യത്തിൽ നമുക്ക് എടുക്കാം. ടൈംസ് നൗ കേരളത്തിലെ പ്രവചനങ്ങൾ നടത്തിക്കഴിഞ്ഞു. 18-2 എന്ന നിലയിലാണ്. 18 UDFന്, 2 LDFന്. അതിൽ 16 കോൺഗ്രസ് ജയിക്കും, 2 ലീഗ്. ഇതാണ് അവരുടെ കണക്കുകൾ. ഇതിലേറ്റവും വിചിത്രമായ കാര്യം, 15 മത്സരിച്ച കോൺഗ്രസ് 16 ജയിക്കും. അതാണ് ടൈംസ് നൗ പറയുന്നത്. എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ശ്രീ ജേക്കബ്, കേൾക്കാൻ പറ്റുന്നില്ലേ? ചോദ്യത്തിന്റെ അവസാനം കേട്ടില്ല, അവസാന ഭാഗം കേട്ടില്ല. ടൈംസ് നൗവിന്റെ പ്രവചനങ്ങളെ കുറിച്ച് പറയുകയായിരുന്നു. ടൈംസ് നൗ പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ സാഹചര്യത്തിൽ 16 കോൺഗ്രസ് ജയിക്കും, 2 ലീഗ്, 2 LDFന്. 15 മത്സരിച്ച കോൺഗ്രസ് 16 ജയിക്കും എന്നാണ് ടൈംസ് നൗ പറയുന്നത്. വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം UDFന് കേരളത്തിൽ ജയിക്കാവുന്ന ഏറ്റവും ഷുവറായിട്ടുള്ളൊരു സീറ്റാണ് കോട്ടയം സീറ്റ്. അതിൽ UDF തോൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ ആ ഭാഗം അടച്ചു വെക്കുക എന്നുള്ളത് നിവൃത്തിയുള്ളൂ. കാരണം BJPയുടെ വോട്ട് പോലും പുറത്തു പോകാതിരിക്കാൻ മാത്രമുള്ള വിചിത്രമായ ചില കോമ്പിനേഷൻസ് കോട്ടയത്തുണ്ടായിരുന്നു. LDFനെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി വ്യക്തിപരമായി അവർക്ക് കിട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥി ആയിരുന്നെങ്കിലും ഇലക്ഷനിയറിംഗിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആ പാർട്ടിയുടെ സർവ്വ ദൗർബല്യവും അവിടെ പ്രകടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള കോട്ടയം സീറ്റിൻ്റെ കാര്യത്തിൽ അവിടെ UDF തോൽക്കും എന്ന് പറയുന്ന ഒരു സർവേയെ പറ്റി എനിക്ക് പിന്നെ അത് കൂടുതൽ അതിനെക്കുറിച്ച് പറയാനില്ല. അത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു ഇലക്ഷൻ റിസൾട്ടാണ്. ഈ പറയപ്പെടുന്ന നമ്പറുകളും കോൺഗ്രസിന് 16 സീറ്റ് കിട്ടുക എന്നൊക്കെ പറയുന്നത്, അത് എന്തുകൊണ്ട് അവരെങ്ങനെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് ഗ്രൗണ്ട് ലെവലിലുള്ള രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെ പരിഗണിക്കാതെ കോൺഗ്രസിന് ഇത്ര കിട്ടിയേക്കും, ഇപ്പോൾ കർണാടകത്തിൽ കോൺഗ്രസിന് ഇത്ര കിട്ടിയേക്കും, എങ്ങനെ ഒരു നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ ഒരു കൊട്ടത്താപ്പ് കണക്ക് വരുന്നത് പോലെ എനിക്ക് തോന്നുന്നു. അതായത് അങ്ങനെ വന്നു കഴിയുമ്പോൾ 2 പൊളിറ്റിക്കൽ ഫോഴ്സസ് മാത്രമുള്ള സ്ഥലങ്ങളിൽ ഈ കണക്കുകളൊക്കെ ചിലപ്പോൾ ശരിയാകും. പക്ഷേ ഇപ്പോൾ കേരളം അല്ലെങ്കിൽ തമിഴ്നാട്, ഉത്തർപ്രദേശ്, ബീഹാർ തുടങ്ങിയ പല രാഷ്ട്രീയ ശക്തികൾ മാറ്റുരയ്ക്കുന്ന ഒരു ഇലക്ഷൻ ഫീൽഡിൽ
ഇത്തരം കൊട്ടത്താപ്പ് കണക്കുകളും ഇത്തരം മെക്കാനിക്കൽ ഒബ്സർവേഷൻസും ശരിയാവില്ല. അതിന് എനിക്ക് തോന്നുന്നു ഒന്നുകിൽ അവരുടെ ശാസ്ത്രീയതയിൽ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അവരത് കണക്കൂട്ടത്തിൽ ശരിക്കും സാങ്കേതികമായിട്ടല്ലാത്ത പുറത്തുനിന്നുള്ള ഘടകങ്ങൾ അതിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് വേണം കണക്കാക്കാൻ. അതിലപ്പുറത്തേക്ക് നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട് ഗോപികൃഷ്ണൻ ഇതിനെ നമ്മൾ കണക്കാക്കാം. പക്ഷേ ഒരു കാര്യം എന്നെ ഞെട്ടിക്കുന്നുണ്ട്. കാരണം ഇന്നലെയും ഇന്നുമായിട്ട് സെൻസെക്സ് വളരെ വലിയ മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത്. നിഫ്റ്റി നിങ്ങൾ പറഞ്ഞ പോലെ 7000 കടന്നിരിക്കുന്നു. അതായത് മാർക്കറ്റൊക്കെ വളരെ പ്രതീക്ഷയോടുകൂടി BJP NDA സഖ്യം വരുമെന്നുള്ള പ്രതീക്ഷയിൽ, മോദി പ്രധാനമന്ത്രിയാവുന്ന പ്രതീക്ഷയിലിരിക്കുകയാണ്. പക്ഷേ എന്നിട്ടും ആരും അങ്ങോട്ടൊരു 272 എന്നുള്ള ഉറപ്പിച്ച് പറയുന്നില്ല എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അതും ഒരു സ്വല്പം കൗതുകകരമാണ്. കാരണം ഇതിനു മുമ്പുണ്ടായിരുന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും ജനറലി പാർലമെൻറ്റ് ഇലക്ഷനിലേക്ക് BJPക്ക് അനുകൂലമായിട്ട് സംസാരിക്കാനുള്ള ഒരു ടെൻഡൻസി നമ്മൾ കാണാറുണ്ട്. അത് പക്ഷേ ഇപ്രാവശ്യം കണ്ടില്ല എന്നുള്ളതും എനിക്ക് കൗതുകകരമായിട്ട്. മടങ്ങിയെത്താം VB പരമേശ്വരനിലേക്ക്. ശ്രീ VB പരമേശ്വരൻ, ടൈംസ് നൗവിൻ്റെയും CNN IBൻ്റെയും 2 സർവേകളിലും UPയിലും ബീഹാറിലും BJPയുടെ ഒരു സ്വീപ്പ് അതാണ് പ്രവചിച്ചിരിക്കുന്നത്. ആ പ്രവചനത്തിൽ എത്രത്തോളം വസ്തുത നമുക്ക് കാണാൻ സാധിക്കും? പ്രത്യേകിച്ച് RJDയുടെ തിരിച്ചുവരവ് ബീഹാറിലുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ വന്നിരുന്നു. ഉത്തർപ്രദേശിൽ BSPയുടെ കാര്യത്തിൽ അത്രത്തോളം വലിയ താല്പര്യം ഒരുപക്ഷെ എക്സിറ്റ് പോൾ സംഘാടകർ കാണിച്ചിട്ടില്ല. ഉത്തർപ്രദേശിലും ബീഹാറിലും യഥാർത്ഥത്തിൽ എന്താണ് റിസൾട്ട് വരിക എന്നുള്ളത് നമുക്ക് ഒരു 80-85 മണിക്കൂർ കാത്തു നിന്നാൽ മതി. പക്ഷേ ജേക്കബ് പറഞ്ഞതുപോലെ കേരളത്തിലെ 2 സീറ്റ് ആണ് LDFന് എന്ന് വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ തന്നെ ബീഹാറിൽ ലാലു സഖ്യത്തിന് 2 സീറ്റാണ് കിട്ടുക എന്ന സർവേയും വിശ്വസിക്കാൻ വേണ്ടി പ്രയാസമുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ബീഹാറിനകത്ത് BJPക്ക് ഒരു അപ്സർജ് ഉണ്ട് എന്നുള്ളത് സത്യമാണ്. നിതീഷുമായിട്ടുള്ള സഖ്യം വിട്ടതിന് ശേഷം BJP ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടി വലിയ ശ്രമം തന്നെ നടത്തിയിട്ടുണ്ട്. മോഡിയുടെ ക്യാമ്പയിനെ തന്നെ സഹായിച്ചിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ ആ BJPക്കെതിരെയുള്ളൊരു ഫോഴ്സ്, അതിനെതിരെയുള്ളൊരു ശക്തി എന്ന് പറയുന്നത് അവസാന ഘട്ടത്തിൽ എമർജ് ചെയ്തത് യഥാർത്ഥത്തിൽ ലാലു പ്രസാദ് യാദവിൻ്റെയും കോൺഗ്രസിൻ്റെയും സഖ്യമാണ്. ആ സഖ്യത്തിന് 2 സീറ്റേ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അതൊരു നമ്മൾ ഉത്തരേന്ത്യൻ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഒരാളെന്ന രീതിയിൽ എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. കാരണം ഏറ്റവും ലോ ലെവലിലേക്ക് RJD പോയത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ്. കാരണം 4 സീറ്റിലേക്ക് പോയിട്ടുണ്ട്. കാരണം അതിൽ നിന്ന് താഴെ പോവുകയാണ് എന്ന ഒരു സർവേ എനിക്കൊരിക്കലും വിശ്വസിക്കാൻ വേണ്ടി കഴിയില്ല. അതോടൊപ്പം തന്നെ മറ്റൊന്ന്, ഉത്തർപ്രദേശിനകത്ത് BJPക്ക് 50 സീറ്റ് കിട്ടുമെന്നാണ് പറഞ്ഞത്. 2 തവണയാണ് BJPക്ക് ഉത്തർപ്രദേശിൽ 50 സീറ്റിന് മുകളിൽ കിട്ടിയിട്ടുള്ളത്. അത് 91-ലും അതുപോലെ തന്നെ 98-ലുമാണ്. 52-ും 57-ഉം സീറ്റ് ലഭിച്ചു. പക്ഷേ ആ ഒരു സീറ്റിലേക്ക് എന്തായാലും ഈ BJP പോകുന്നില്ല എന്നാണ് ഈ 2 സർവേയും പറയുന്നത്. 57 എന്ന് പറയുന്ന ഒരു മാക്സിമം നമ്പറിലേക്ക് BJP പോകുന്നില്ല. ശ്രീ VB പരമേശ്വരൻ, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഞാൻ ന്യൂസ് ഡെസ്കിലേക്ക് ഒന്ന് വളരെ പെട്ടെന്ന് പോട്ടെ. ശ്രീ VB പരമേശ്വരൻ, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. അജിംസിലേക്ക് ഒരിക്കൽ കൂടി. അജിം, CNN IBN ടൈംസ് നൗ ഇവരുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ കുറെ കൂടി വ്യക്തതയോടുകൂടി ആവശ്യമുണ്ട്. NDAക്ക് എത്ര, UPAക്ക് എത്ര, തേർഡ് ഫ്രണ്ട് മൂന്നാം മുന്നണിക്ക് എത്ര, ഉത്തർപ്രദേശിൽ, മഹാരാഷ്ട്രയിൽ, മധ്യപ്രദേശിൽ, രാജസ്ഥാനിൽ, ഛത്തീസ്ഗഡിൽ, തമിഴ്നാട്ടിൽ ഇത് വേർതിരിച്ചിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നു തുടങ്ങിയോ? NDTVയുടെ സർവേ ഫലങ്ങൾ പുറത്തു വന്നു തുടങ്ങിയോ? എന്താണ് ന്യൂസ് ഡെസ്കിൽ നിന്നുള്ള വിവരം? ഗോപി, CNN IBൻ്റെ നാഷണൽ ലെവലിലുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്: UPAക്ക് 92 മുതൽ 102 സീറ്റ് വരെ, NDAക്ക് 270 മുതൽ 272 സീറ്റ് വരെ. CNN IBൻ്റെ കണക്ക് പ്രകാരം മൂന്നാം മുന്നണി എന്ന് പറയാവുന്ന പാർട്ടികൾക്ക് എല്ലാം കൂടി 170 സീറ്റ് വരെ ലഭിക്കും. ഇതിൽ മറ്റ് പ്രാദേശിക കക്ഷികളുടെ സീറ്റ് നില അവർ പ്രവചിക്കുന്നത് ഇപ്രകാരമാണ്: തൃണമൂൽ കോൺഗ്രസിന് 25 മുതൽ 31 സീറ്റ് വരെ, AIDMKക്ക് 22 മുതൽ 28 സീറ്റ് വരെ, ഇടത് പാർട്ടികൾക്ക് 14 മുതൽ 20 സീറ്റ് വരെ, സമാജ്വാദി പാർട്ടിക്ക് 13 മുതൽ 17 സീറ്റ് വരെ, BJDക്ക് 12 മുതൽ 16 സീറ്റ് വരെ, TDPക്ക് 12 മുതൽ 16 സീറ്റ് വരെ, YSR കോൺഗ്രസിന് 11 മുതൽ 15 സീറ്റ് വരെ, RJDക്ക് 8 മുതൽ 12 സീറ്റ് വരെ, TRSന് 8 മുതൽ 12 സീറ്റ് വരെ, DMKക്ക് 7 മുതൽ 11 സീറ്റ് വരെ. JDU ഇക്കാര്യത്തിൽ ഒരുപാട് പുറകോട്ട് പോയതായിട്ടാണ് CNN IBN പറയുന്നത്. 2 മുതൽ 4 സീറ്റ് വരെ മാത്രമേ JDUവിന് ലഭിക്കൂ എന്ന് അവർ പറയുന്നു. ഇവരുടെ എക്സിറ്റ് പോൾ ഫലപ്രകാരം ഒരു തൂക്ക് സഭയ്ക്കുള്ള സാധ്യതയാണ് CNN IBN അസന്ദിഗ്ധമായി പറയുന്നത്. ABPയുടെ സർവേയിൽ മാത്രമാണ് NDAക്ക് ഒരു ക്ലീൻ സ്വീപ്പ്, അവർ കേവല ഭൂരിപക്ഷം നേടാവുന്ന തരത്തിലുള്ള സീറ്റ് നിലവിലെക്കുറിച്ച് പറയുന്നത്. NDAക്ക് 281 സീറ്റാണ് ABP സർവേ പറയുന്നത്. UPA 97 സീറ്റും, ആം ആദ്മി പാർട്ടിക്ക് 4 സീറ്റും, മറ്റുള്ള പാർട്ടികൾക്ക് 161 സീറ്റുമാണ് AAP സർവേ പറയുന്നത്. ഗോപി,
റൈറ്റ്. ശ്രീ ജോർജ് കുര്യൻ, താങ്കളോട് എനിക്ക് ചോദിക്കാനാണ്. താങ്കൾ നേരത്തെ പറഞ്ഞു ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം BJPക്ക് വലിയ ആശ്വാസവും സന്തോഷവും തരുന്നുണ്ട്, കാരണം ഇതെല്ലാം ഒരു ട്രെൻഡായി താങ്കൾ മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ താങ്കൾ 2009 എക്സിറ്റ് പോൾ ഫലപ്രവചനങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് ഓർത്തെടുക്കുന്നത് നന്നായിരിക്കും. CNN-IBN അന്ന് 2009 പറഞ്ഞത് 165 മുതൽ 185 സീറ്റ് വരെ BJP സഖ്യത്തിന് കിട്ടുമെന്നാണ്. കിട്ടിയത് 159. അന്ന് CNN-IBN കോൺഗ്രസ് സഖ്യത്തിന് പ്രവചിച്ചത് 185 മുതൽ 205 വരെ, കിട്ടിയത് 262. ടൈംസ് നൗ അന്ന് പ്രവചിച്ചത് 183 സീറ്റ് BJP സഖ്യത്തിന്, കിട്ടിയത് 159. ടൈംസ് നൗ അന്ന് കോൺഗ്രസ് സഖ്യത്തിന് പ്രവചിച്ചത് 198, കിട്ടിയത് 262. ഇങ്ങനെ ഒരു മുൻകാലമുണ്ട്. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് ആശ്വാസം? അതാണല്ലോ ഞാൻ ട്രെൻഡാണെന്ന് പറഞ്ഞത്. കാരണം അന്ന് 2009 കോൺഗ്രസിൻ്റെ മുന്നണിയും മുന്നിലാണ് എന്നാണ് കാണിച്ചത്. പക്ഷേ അവർക്ക് കൂടുതൽ സീറ്റ് കിട്ടി. ഇപ്രാവശ്യം BJPയുടെ മുന്നണിയാണ് മുന്നിലെന്ന് കാണിക്കുന്നു. ഒരുപക്ഷെ ഇപ്പോൾ പറയുന്നതിൽ കൂടുതൽ സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ട്രെൻഡ് മാത്രമാണ്. ട്രെൻഡ് എന്ന് പറയുന്ന അവസരത്തിൽ ചിലപ്പോൾ കൂടുതൽ സീറ്റ് കിട്ടാം, കോൺഗ്രസിനേക്കാൾ കുറച്ച് മുന്നിലായിട്ട് വരാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ടൈംസ് നൗവിൻ്റെ ആ എക്സിറ്റ് പോൾ ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞത്. കാരണം ബാക്കിയുള്ളതെല്ലാം തന്നെ BJPക്ക് ഭൂരിപക്ഷം കിട്ടുന്ന എക്സിറ്റ് പോളുകളാണ്. 6-7 എണ്ണം നടന്നതിൽ ഒരെണ്ണമാണ് വ്യത്യസ്തമായിട്ട് പറയുന്നത്. അപ്പോൾ അത് വരുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും പങ്കെടുക്കാൻ സാധിക്കും. കാരണം എല്ലാ പാർട്ടിക്കാർക്കും അതിനെപ്പറ്റി വ്യക്തമായിട്ട് പറയാൻ സാധിക്കും. ഈ പറഞ്ഞ അവസരത്തിൽ ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അവിടുന്ന് ഫീൽ ചെയ്തത് തീർച്ചയായിട്ടും BJPക്ക് എതിരായിട്ട് ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടിയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുപോലെ പശ്ചിമ ബംഗാളിലെ മമതാ ബാനർജിയുടെ കുറച്ച് വോട്ടുകൾ, അതായത് അവസാനമായപ്പോൾ മമതാ ബാനർജിയും BJPയും തമ്മിൽ ശക്തമായിട്ടുള്ള മത്സരമായി. അത് LDFന് ഗുണം ചെയ്യും എന്നുള്ള ഒരു പ്രതീതി ഞങ്ങൾക്ക് ഉണ്ടായി. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഫീൽഡിൽ നിന്ന് കിട്ടിയ അന്തരീക്ഷം അതാണ്. അതുപോലെ UPയിലും ബീഹാറിലും 2 സംസ്ഥാനത്തും കൂടി BJPക്ക് ഒരു 60 സീറ്റ്, അതാണ് BJP പ്രതീക്ഷിക്കുന്നത്. അത്രയും കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത് പോളിംഗ് കഴിഞ്ഞിരിക്കുന്നു. യഥാർത്ഥ വോട്ട് 16-ാം തീയതി സീറ്റ് വരാൻ പോകുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. BJPക്ക് മാത്രം മുൻതൂക്കം കിട്ടുന്ന എക്സിറ്റ് പോൾ അല്ല ചർച്ച ചെയ്യേണ്ടത്. BJPക്കും കുറച്ച് പുറകോട്ട് വരുന്ന എക്സിറ്റ് പോൾ തന്നെ ചർച്ച ചെയ്യപ്പെടണം. കാരണം മുൻ വർഷങ്ങളിൽ എക്സിറ്റ് പോളുകൾ പൂർണ്ണമായിട്ടും ശരിയാകാറുന്നതുകൊണ്ട് ഇതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഈ എക്സിറ്റ് പോളിന്റെ അടിസ്ഥാനത്തിൽ ആരും പ്രധാനമന്ത്രിയാകാൻ പോകുന്നില്ല. സുരേഷ് ബാബു, പ്രീപോൾ സർവേകളിൽ എന്ന പോലെ തന്നെ എക്സിറ്റ് പോൾ സർവേയിലും കോൺഗ്രസിന് തിരിച്ചടിയാണ് പ്രവചിക്കപ്പെടുന്നത്. മിക്കവാറും സർവേകൾ കോൺഗ്രസ് 100-ൽ അല്പം അധികം, കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണി 100-ൽ അല്പം അധികം സീറ്റുകൾ നേടി ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവി ഏറ്റുവാങ്ങും എന്ന് പ്രവചിക്കുന്നു. എങ്ങനെ വിലയിരുത്തുന്നു കോൺഗ്രസ് ഈ എക്സിറ്റ് പോൾ സർവേകളെ? എന്തായി പറയുന്നതിന് ഒരു അടിസ്ഥാനമില്ലാത്തൊരു കാര്യങ്ങൾക്ക് പ്രതികരിക്കേണ്ടുന്നത് ഏത് രൂപത്തിലാണെന്ന് പോലും എനിക്ക് മനസ്സിലാകുന്നില്ല. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുന്നേയുള്ള ഒരു മാസക്കാലത്തിന് മുൻപ് തുടങ്ങി ഇന്നലെ വരെ നടന്നിട്ടുള്ള ഈ CNN-IBN തുടങ്ങിയുള്ള എല്ലാ ദൃശ്യമാധ്യമങ്ങളുടെയും പ്രചാരണത്തിൻ്റെ ട്രെൻഡ് ഏത് രൂപത്തിലായിരുന്നു എന്ന് താങ്കളൊന്ന് വിലയിരുത്തണം. ഏത് തരത്തിലെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഈ മാധ്യമങ്ങളെല്ലാം പ്രചരണം നടത്തിയത്? അവർ പ്രചരണത്തിൻ്റെ തുടക്കം മുതൽ എക്സിറ്റ് പോളുകളും പ്രീ പോളുകളും ഒക്കെ വരുന്നതിന് എത്രയോ മുമ്പ് തന്നെ ഒരു ട്രെൻഡ് സെറ്റ് ചെയ്തിരുന്നു. ഇത് UPAയുടെ വാട്ടർലൂ ആണ്, UPA ജയിക്കാൻ പോകുന്നില്ല, കോൺഗ്രസ് തകരുകയാണ്. ശരിയാണ്. ശ്രീ PM സുരേഷ് ബാബു, താങ്കൾ ഉന്നയിച്ച ആരോപണം അത് ശരിയായിരിക്കാം. ഏത് വിധത്തിലാണ് ദേശീയ മാധ്യമങ്ങൾ പ്രചരണം നടത്തിയിരുന്നത് എന്നതിനെക്കുറിച്ച് താങ്കൾ ഉന്നയിച്ച ആശങ്ക അത് ശരിയായിരിക്കാം. പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് പ്രക്രിയ കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷമാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു പ്രചരണത്തിൻ്റെ ആവശ്യം ഒരുപക്ഷെ എക്സിറ്റ് പോളിൻ്റെ കാര്യത്തിൽ ഈ ദേശീയ മാധ്യമങ്ങൾക്കില്ല. അല്ല,